ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ് മീഡിയ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയയാണ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻ ഏരിയാസ് നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് നമ്മളൊരു താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോൾസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് മാസ് മീഡിയ. കമ്മ്യൂണിക്കേഷനിൽ തന്നെ ആ ഒരു ഏരിയയിൽ നിന്നും ഇത്തരം ക്വസ്റ്റ്യൻസ് കാണാം. അതോടൊപ്പം തന്നെ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കൂടാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ ആയിട്ട് തന്നെ മാസ് മീഡിയ പറയാം. ആൻഡ് ഈ ഒരു ഏരിയയിൽ യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അധികമായിട്ട് പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. എന്നാൽ കൂടിയും അത്തരം കൺസെപ്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയും സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് ഏരിയയാണ് മാസ് മീഡിയ. ഏതായാലും ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തന്നെ നമുക്ക് മാസ് മീഡിയ എന്താണെന്നൊന്ന് പറഞ്ഞു പോകാം. സോ മാസ് മീഡിയ കൺസെപ്റ്റ് ഡെഫിനിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ലാർജ് ഓഡിയൻസിനെയാണ്. ഒരു മെസ്സേജ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെലിവിഷൻ മീഡിയം അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എടുത്താലും അല്ലെങ്കിൽ റേഡിയോ പോലുള്ള ആം, മറ്റ് മീഡിയാസ് ഒക്കെ എല്ലാം എടുത്താലും കാണുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ മാക്സിമം ആളുകളിലേക്ക് ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അത്തരത്തില് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്ന അത്തരം കമ്മ്യൂണിക്കേഷനാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, സെൻഡിങ് ആൻഡ് റിസീവിംഗ് ആൻഡ് അനലൈസിംഗ് മെസ്സേജസ് ടു എ ലാർജ് ഓഡിയൻസ് ത്രൂ വേരിയസ് ചാനൽസ്. നമ്മൾ പല ചാനലുകളിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോർമലി അതൊരു വൺ വേ പ്രോസസ് ആയിരിക്കും. ടു വേ നമുക്ക് പറയാം, ടു വേ എന്ന് പറയാമെന്ന് പറയാനുള്ള കാരണം നമുക്ക് അവിടെ റെസ്പോൺസ് കിട്ടും, ഇൻഡയറക്റ്റ് ആയിരിക്കും. ലൈക്ക് മൈക്കൊന്ന് നോക്കി എല്ലാവരും. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഒന്ന് ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത്? ആദ്യം ഞാൻ പറഞ്ഞു ചാനൽസിനെ പറ്റി പറഞ്ഞു. അതായത് ഇത്തരം ടാർഗറ്റുകൾ ചെയ്യുന്നത് ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിനെയാന്ന് പറഞ്ഞു. അതായത് ഹെട്രോജീനിയസ് ആണ് ഓഡിയൻസ്. നമുക്ക് അവിടെ ഒരു സിമിലർ കാറ്റഗറി ഓഫ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ടി വി കാണുന്നവരാണെങ്കിൽ ഒരുപാട് ആളുകളാണ്, എല്ലാവരും വ്യത്യസ്തരാണ്, ലാർജ് ആണ്, ഡൈവേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ അവരെ ആരെയും നമുക്ക് ഡയറക്റ്റ്ലി തിരിച്ചറിയാനും സാധിക്കില്ല, അനോണിമസ് ആണ്. ഓഡിയൻസ് ഉണ്ട്, ആ ഓഡിയൻസിനെ നമ്മൾ റൈറ്റ് അവേ കണ്ടിട്ടല്ല, നേരിട്ട് കണ്ട് സംസാരിക്കുന്ന രീതിയല്ല ഇവിടെ വരുന്നത്. അതാണ് ഹെട്രോജീനിയസ് ഓഡിയൻസ് എന്ന് പറയാനുള്ള കാരണം. എല്ലാവരും പല വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള ആളുകളാണ്. ദെൻ റാപ്പിഡ് മെസ്സേജ് ഡിസെമിനേഷൻ രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയാം. അതായത് നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന മെസ്സേജ് പെട്ടെന്ന് ആ ഒരു ഉപഭോക്താവിലേക്ക് എത്തുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ മാസ് മീഡിയ, ഇപ്പൊ പ്രിന്റ് മീഡിയ ആയാൽ പോലും ന്യൂസ് പേപ്പർ ആയാൽ പോലും രാവിലെ നമുക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പർ വഴി എല്ലാവരും അറ്റ് എ ടൈം അത് വായിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസിനനുസരിച്ച് ആ ദിവസം തന്നെ അവർ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ കൺവേ ചെയ്തിരിക്കുന്നത് ആ ഇൻഫർമേഷൻ പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു വേ ആയിട്ട് നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷനെ പറയാം. ദെൻ പ്രൊഫഷണൽ സോഴ്സസ് are there. Like messages are typically come from structured institutional sources. There will be organizations. ഈ മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സസ് ഉണ്ട്. ലൈക്ക് ഇപ്പോ ന്യൂസ് പേപ്പർ ആണെങ്കിൽ പേപ്പർ, ഐ മീൻ അവരെ സംബന്ധിച്ച് അവിടെ കൃത്യമായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട്, അവരുടെ പോളിസീസ് ഉണ്ട്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അതുവഴിയാണ് ഈ പറയുന്ന മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തണോ വേണ്ടിയോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ടെലിവിഷൻ ആയാലും അങ്ങനെയുള്ള എല്ലാ സോഴ്സുകളിലും ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ വേ മെത്തേഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് ബേസിക് ഫീച്ചേഴ്സ്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു. മാസ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ബേസിക് ഫീച്ചർ ആയിട്ട് ഓർക്കേണ്ടത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കിനുള്ള വലിയ സ്കോപ്പ് ഇല്ല. ഫീഡ്ബാക്ക് ഉണ്ടാവും, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഫീഡ്ബാക്ക് ഉണ്ടാവും, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഉണ്ടാവില്ല. ഫീഡ്ബാക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇതൊരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നമ്മളിപ്പോൾ ടെലിവിഷൻ ആണെങ്കിൽ TRP എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ആണ്. TRP റേറ്റിംഗ് വെച്ചുകൊണ്ട് നമ്മളുടെ വാർത്ത കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഫീഡ്ബാക്ക് ആണ്. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അല്ല.
നമ്മളൊരു കാര്യം കൺവേ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ഒരു റെസ്പോൺസ് കിട്ടാവുന്ന ഒരു വേ അല്ല ഇത്. അപ്പൊ അത്തരത്തിൽ മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ് മേ നോട്ട് ബി പോസിബിൾ. ഓക്കെ, സോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു. ഇനി മാസ് മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാസ് മീഡിയ എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മീഡിയ. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ? ട്രഡീഷണൽ മീഡിയയിൽ നമുക്ക് പ്രിന്റ് മീഡിയ പറയാം, ലൈക്ക് ന്യൂസ് പേപ്പർ, മാഗസിൻ, ജേണൽ, ബുക്സ്. ഇവയെല്ലാം പ്രിന്റ് മീഡിയ ആണ്. പ്രിന്റ് മീഡിയയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് കൺവേ ചെയ്യുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ് മീഡിയയിൽ 90% അല്ലെങ്കിൽ 99% നമ്മൾ വൺ വേ ആണ് പറയുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് വേയിൽ, ദെൻ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ടു വേ ആയിട്ട് മാറും. ഇവൻ ദോ ഇമ്മീഡിയറ്റ് സെൻസിൽ പറയുമ്പോൾ വൺ വേ ആണ് വരുന്നത്. അതിനകത്ത് പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് കൂടുതൽ ഒരു പ്രൈമർലി ഒരു വൺ വേ നേച്ചറിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഇറ്റ് ഓഫൺ റീച്ചസ് എ ബ്രോഡ് ബട്ട് സെഗ്മെന്റഡ് ഓഡിയൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ന്യൂസ് പേപ്പർ വായിക്കുന്ന ചില ആളുകൾ ഉണ്ടാകാം, അതേപോലെ പെർട്ടിക്കുലർ മാഗസിൻസ് ആണെങ്കിൽ ആ മാഗസിൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാകും, അവരായിരിക്കും ഇത്തരം മീഡിയ വായിക്കുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലുള്ള ഡിഫറൻസ് എന്താണ്? എല്ലാവരിലേക്കും ഇത് എത്തുന്നില്ല, എന്നാൽ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് ഈ പ്രിന്റ് മീഡിയ എത്തുന്നത്. ഓക്കെ, ഗിവ് മി 1 second. 1 second. ഓക്കെ, സോ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രിന്റ് മീഡിയയും ഒരു സെഗ്മെന്റഡ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അനാലിസിസ് ആൻഡ് ടിപ്പിക്കലി വിത്ത് എ ലോങ്ങർ ലൈഫ് സ്പാൻ. അതായത് ഈ തരം മാഗസിൻസ് ഒക്കെ കൂടുതൽ നാളത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഓഡിയൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ആ ഡോക്യുമെന്റ് അവർ കൈവശം വെക്കുന്നു. അതുകൊണ്ട് ഒരു ലോങ്ങർ ലൈഫ് സ്പാൻ ഇത്തരം മാഗസിൻസിനൊക്കെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് ഡെയിലി ന്യൂസ് പേപ്പർ, ഫാഷൻ മാഗസിൻ, സ്കോളർലി ജേണൽ, ഇവയൊക്കെ പ്രിന്റ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമതായിട്ട് ബ്രോഡ്കാസ്റ്റ് മീഡിയ. ബ്രോഡ്കാസ്റ്റ് മീഡിയ ഓർ ഡിജിറ്റൽ മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ടെലിവിഷൻ, റേഡിയോ ഒക്കെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് എൻകംപാസസ് ടെലിവിഷൻ ആൻഡ് റേഡിയോ വെയർ ഓഡിയോ ആൻഡ് വിഷ്വൽ എലമെന്റ്സ് കമ്പൈൻ ടു ഡെലിവർ കണ്ടന്റ് എത്തിക്കാൻ വേണ്ടി ഓഡിയോ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടെലിവിഷൻ, റേഡിയോ കണ്ടന്റ് ആണ് വരിക. അതോടൊപ്പം തന്നെ ഓഡിയോ വീഡിയോ കണ്ടന്റ് മിക്സ് വരുമ്പോൾ അത് ടെലിവിഷൻ മീഡിയ ആണ്. ഓക്കെ, ഇത്തരത്തില് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്ന മെത്തേഡിനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുവഴി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ വരുന്നത്. ഡിജിറ്റൽ മീഡിയ എന്ന് കൂടി നമ്മൾ പറയും. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻസ്റ്റന്റ് റീച്ച് ടു എ ലാർജർ ഓഡിയൻസ്. ഇപ്പോ മാഗസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ, മാഗസിനിൽ പറയുമ്പോൾ അതിന് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ ഇൻഫർമേഷൻ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്തരം കമ്മ്യൂണിക്കേഷൻ സാധിക്കും. സോ വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻസ്റ്റന്റ് റീച്ച് ടു എ ലാർജർ ഓഡിയൻസ് അതിന്റെ ഫീച്ചർ ആണ്. അതോടൊപ്പം തന്നെ അപ്പീൽ ത്രൂ ബോത്ത് സൗണ്ട് ആൻഡ് വിഷ്വൽ ഇമാജിറി. സോ ഓഡിയോ വഴിയും അതോടൊപ്പം തന്നെ വിഷ്വൽ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടും കാര്യങ്ങൾ കുറച്ചുകൂടി എൻഗേജിങ് ആക്കാൻ വേണ്ടി ബ്രോഡ്കാസ്റ്റ് മീഡിയക്ക് സാധിക്കും. ദെൻ ഷോർട്ടർ ലൈഫ് സ്പാൻ. പ്രിന്റ് മീഡിയ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ആ ഒരു ടൈമിൽ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോയിൽ നമ്മൾ റേഡിയോയിൽ ഒരു വാർത്ത കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പാനിലേക്ക് നമ്മൾ കേട്ടു, അതിന്റെ എഫക്റ്റ് ചിലപ്പോൾ ആ ഒരു ദിവസത്തേക്ക് ഉണ്ടാവും. നമ്മൾ പിന്നീട് അതിനെ വീണ്ടും കേൾക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അത്തരം സിറ്റുവേഷൻസ് ആണ് ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ വരുന്നത്. അതുകൊണ്ട് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആണ്. പക്ഷേ ടൈമിൽ ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല വേ എന്ന് പറയുന്നത് കൂടുതൽ സാധിക്കുന്ന ഇത്തരം ബ്രോഡ്കാസ്റ്റ് മീഡിയയ്ക്കാണ്. എക്സാമ്പിൾസ് പറയാവുന്നത് ന്യൂസ് ബ്രോഡ്കാസ്റ്റ്, റേഡിയോ ടോക്ക് ഷോസ്, ടെലിവിഷൻ പ്രോഗ്രാംസ്, ലൈവ് സ്പോർട്സ്, ഇവയൊക്കെ ബ്രോഡ്കാസ്റ്റ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. മൂന്നാമതായിട്ട് ഡിജിറ്റൽ മീഡിയ. നമ്മളിവിടെ പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് ക്ലാസിഫൈ ചെയ്തു. അതോടൊപ്പം തന്നെ ദെൻ കംസ് ഡിജിറ്റൽ മീഡിയ. ഞാൻ ഡിജിറ്റൽ മീഡിയ എന്നുള്ള ടേം നേരത്തെ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെലിവിഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ മീഡിയ കൺസെപ്റ്റിൽ പറയാറുണ്ട്. ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മീഡിയ ആണ് പ്രധാനമായിട്ടും ഡിജിറ്റൽ മീഡിയ എന്നുള്ള ടേം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
ഡിജിറ്റൽ മീഡിയക്കകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ്, ബ്ലോഗ്, സോഷ്യൽ മീഡിയ ആൻഡ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഇവയെല്ലാം ഡിജിറ്റൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഇന്ററാക്റ്റീവ് ആണ്, എനേബിൾസ് ടു വേ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്സ്. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ കാണുന്ന ഒരു വാർത്തയ്ക്കാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, റെസ്പോൺസ് ഉണ്ടാവും. അത് ഇത്തരം മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സ്പെഷ്യാലിറ്റിയാണ്. ഇന്ററാക്റ്റീവ് ആണ്, ടു വേ കമ്മ്യൂണിക്കേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്, ഹൈലി ആക്സസബിൾ വിത്ത് ദി എബിലിറ്റി ടു റീച്ച് ഗ്ലോബൽ ഓഡിയൻസ്, ഒരുപാട് ആളുകളിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഓഫേഴ്സ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, എനേബിൾ ഓഡിയൻസസ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ക്രിയേറ്റ് ദെയർ ഓൺ മീഡിയ. യൂസേഴ്സിന് അവരവരുടേതായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കും. അതും ഡിജിറ്റൽ മീഡിയയുടെ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എക്സാമ്പിൾസ് പറയാവുന്ന സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക് ആൻഡ് ട്വിറ്റർ, ന്യൂസ് വെബ്സൈറ്റ്സ്, യൂട്യൂബ് വീഡിയോസ്, സ്ട്രീമിംഗ് സർവീസസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ ഡിജിറ്റൽ മീഡിയാസിന് എക്സാമ്പിൾ ആണ്, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, സോ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പ്രിന്റ് മീഡിയ, ദെൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ ആൻഡ് ഡിജിറ്റൽ മീഡിയ. അതോടൊപ്പം തന്നെ പറയാവുന്നതാണ് ഔട്ട്ഡോർ ആൻഡ് ട്രാൻസിറ്റ് മീഡിയ. ഔട്ട്ഡോർ ആൻഡ് ട്രാൻസിറ്റ് മീഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അഡ്വർടൈസ്മെന്റ്സ് ആണ്. ബിൽ ബോർഡ്സും അഡ്വർടൈസ്മെന്റ്സും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോ അഡ്വർടൈസിങ് ഓർ മെസ്സേജിങ് പ്ലേസ്ഡ് ഇൻ പബ്ലിക് സ്പേസസ് സച്ച് ആസ് ബിൽ ബോർഡ്സ്, ട്രാൻസിറ്റ് പോസ്റ്റേഴ്സ് ഓർ ഡിജിറ്റൽ സ്ക്രീൻസ്. നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. അതുവഴിയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത്തരം അഡ്വർടൈസ്മെന്റ്സ് ആകാം, അല്ലെങ്കിൽ അത്തരം സോഷ്യൽ ബെനിഫിറ്റിനുള്ള മെസ്സേജുകളാകാം. ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക് സ്പേസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഔട്ട്ഡോർ അല്ലെങ്കിൽ ട്രാൻസിറ്റ് മീഡിയ എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന്, ഇറ്റ് റീച്ചസ് എ ബ്രോഡ് ഓഡിയൻസ് വിത്ത് ഹൈ വിസിബിലിറ്റി ഇൻ ഹൈ ട്രാഫിക് ഏരിയാസ്. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് വരുന്നതെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സ്റ്റാറ്റിക് ഓർ ഡിജിറ്റൽ, ഓഫൻ ഷോർട്ട് മെസ്സേജസ് എയിംഡ് അറ്റ് ക്വിക്ക് എൻഗേജ്മെന്റ്. ഇത്തരം മെസ്സേജുകൾ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ ക്യാച്ചി ആയിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ടായിരിക്കും മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഇതുവഴി പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും പെട്ടെന്ന് അത് അതിനൊരു റെസ്പോൺസ് അല്ലെങ്കിൽ പെട്ടെന്ന് അത് വാങ്ങണമെന്നുള്ള താല്പര്യം ക്രിയേറ്റ് ചെയ്യുകയൊക്കെയാണ് അഡ്വർടൈസ്മെന്റ്സിനകത്ത് സംഭവിക്കുന്നത്. അതും ക്യാൻ സേ ഡിജിറ്റൽ വേയിലുമാകാം, സ്റ്റാറ്റിക് വേയിലുമുള്ള അഡ്വർടൈസ്മെന്റ്സ് ആകാം. ദെൻ എഫക്റ്റീവ് ഫോർ ബ്രാൻഡ് അവയർനെസ് ആൻഡ് ക്രിയേറ്റിംഗ് റിപ്പീറ്റഡ് ഇംപ്രഷൻ. ബ്രാൻഡിനെ പറ്റി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ അവരിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഇത്തരം ഔട്ട്ഡോർ ഓർ ട്രാൻസിറ്റ് മീഡിയക്ക് സാധിക്കും. എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് ബിൽ ബോർഡ്സ്, ബസ് ആൻഡ് ട്രെയിൻ അഡ്വർടൈസ്മെന്റ്സ്, പോസ്റ്റേഴ്സ് ഇൻ ഷോപ്പിംഗ് സെന്റേഴ്സ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഔട്ട്ഡോർ ഓർ ട്രാൻസിറ്റ് മീഡിയ. അതൊരു മീഡിയ ടൈപ്പ് ആണ് കേട്ടോ. ദെൻ പിന്നെ വരുന്നത് ന്യൂ മീഡിയ ആണ്, എമർജിംഗ് ടെക്നോളജീസ് എന്ന് പറയാം. പുതിയ മീഡിയ കൺസെപ്റ്റ്, ന്യൂ മീഡിയ കൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ഫോംസ് ഓഫ് മീഡിയ ലൈക്ക് യൂസിങ് വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൻ ആപ്ലിക്കേഷൻസ്. ARന്റെയും VR-ന്റെയും ഒക്കെ AI-യുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയുള്ള മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മീഡിയ, അതിനെയാണ് ന്യൂ മീഡിയ എന്ന് പറയുന്നത്. ഇത്തരം കൺസെപ്റ്റുകളൊക്കെ പുതിയ ഇന്നോവേഷൻസ് നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോംസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ലൈക്ക് എക്സാമ്പിൾസ് പറയുകയാണ്, ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന്, ഓഫേഴ്സ് ഇമ്മേഴ്സീവ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് വിത്ത് യൂസർ, ഹൈ യൂസർ എൻഗേജ്മെന്റ്. നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ AI ഡ്രിവൺ ആയിട്ടുള്ള ചാറ്റ് ബോർഡ്സ് ഉപയോഗിക്കുന്നു. ചാറ്റ് ബോർഡ്സിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് റെസ്പോണ്ട് ചെയ്യുന്ന AI ചാറ്റ് ബോർഡ്സ് അതെയാണ്. അപ്പൊ അതുവഴി മാക്സിമം ഇൻഫർമേഷൻ മറ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്തരം മീഡിയാസിന് സാധിക്കും. ദെൻ VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എന്താണ് അവർ കൊടുക്കുന്ന സർവീസസ് എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ടെക്നോളജീസ് ഒക്കെ നമ്മൾ മീഡിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുവഴി അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്മേഴ്സീവ് ആണ്, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓഫൺ ഇന്ററാക്റ്റീവ്, ബ്ലറിംഗ് ദി ലൈൻസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് ഓഡിയൻസ്. ലൈക്ക് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ് ന്യൂ മീഡിയ കൺസെപ്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ആരാണോ ഈ ഇത് ക്രിയേറ്റ് ചെയ്തത് അതിന്റെ ഓഡിയൻസിലേക്കുള്ള കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഇത്തരം ഇന്നോവേറ്റീവ് മീഡിയക്ക് സാധിക്കും. ഇവോൾവിംഗ് റാപ്പിഡ്ലി, പ്രൊവൈഡിങ് ന്യൂ വേസ് ടു എൻഗേജ് ഓഡിയൻസ് ഇൻ റിയൽ ടൈം. ഓഡിയൻസിനെ കൂടുതൽ എൻഗേജിങ് ആക്കാൻ വേണ്ടി
ഉള്ള പുതിയ വഴികളാണ് ഇത്തരം മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ. നമ്മൾ പറഞ്ഞു പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ. ഇതാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. ദെൻ അത് കൂടാതെ ഔട്ട്ഡോർ ഓർ ട്രാൻസ് മീഡിയ, ന്യൂ മീഡിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ പുതിയ കൺസെപ്റ്റുകളാണ്. ഇതെല്ലാം മാസ് മീഡിയയുടെ ഭാഗമായിട്ട് വരുമെന്ന് ഓർത്തേക്കുക. ക്ലിയർ ആണോ? ശരി. ദെൻ അടുത്തതായിട്ട് ഓർക്കേണ്ടത് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മാസ് മീഡിയ. മാസ് മീഡിയയുടെ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റൈൽസ് എന്തൊക്കെയാണ്? ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രക്ചേർഡ് സിസ്റ്റംസ്, സയൻസ്, കോഡ്സ് ആൻഡ് ലാംഗ്വേജ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. സോ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ റീച്ചസ് എ ബ്രോഡ് ഓഡിയൻസ്, വൈൽ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ലിമിറ്റഡ് ടു ഇൻഡിവിജ്വൽസ് ഓർ സ്മോൾ ഗ്രൂപ്പ്സ്. ഇപ്പോൾ മാസ് മീഡിയ തന്നെ ഗ്രൂപ്പിനകത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയീസിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രൈവറ്റ് ലെവലിലുള്ള കൺസെപ്റ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. അതേസമയം നമ്മളിപ്പോൾ ടെലിവിഷൻ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിൽ അതിനെ എന്ത് പറയും? പബ്ലിക് മീഡിയ, പബ്ലിക് ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ പബ്ലിക് ആണെങ്കിൽ അത് ഒരു ബ്രോഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആണെങ്കിൽ ലിമിറ്റഡ് ഓർ സ്മോൾ ഗ്രൂപ്പ്സിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് സിസ്റ്റം, മാസ് മീഡിയ ഓപ്പറേറ്റ്സ് വിത്തിൻ എ സ്ട്രക്ചേർഡ് സിസ്റ്റം ഫോർ മെസ്സേജ് ക്രിയേഷൻ ആൻഡ് ഡിസമിനേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്ക് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ പ്രിന്റ് മീഡിയ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ, ഇപ്പോൾ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ട്. എങ്ങനെയാണ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിനകത്തൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഒരു ന്യൂസ് ചാനലായി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചേർഡ് വേ ഉണ്ട്, സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ദെൻ സയൻസ്, കോഡ്സ് ആൻഡ് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് കോമ്പോണൻസ് ലൈക്ക് സിംബിൾസ് ആൻഡ് കോഡ്സ് ആർ ഇന്റഗ്രൽ ടു ഡെലിവറി, മെസ്സേജ് ഡെലിവറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ നമുക്കൊരു ലാംഗ്വേജ് ആവശ്യമാണ്. ദാറ്റ് മേ ബി ലിംഗ്വിസ്റ്റിക് കോമ്പോണന്റ് എന്ന് മാത്രം പറയാം, അതായത് ലാംഗ്വേജ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സയൻസ് ഉണ്ടാവണം, കോഡ്സ് ഉണ്ടാവണം. ഇവയെല്ലാം ചേരുന്നതായിരിക്കും മെസ്സേജ് ഡെലിവറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. സോ ഇവയെല്ലാം ഡിഫറെന്റ് ഫോംസ് ആണ്. അതായത് ഡെലിവർ ചെയ്യുന്നതിനകത്ത് ഇത്തരം ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും, ഇത്തരം പല എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയാം. ദെൻ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു ഏരിയ ആണ് റോൾ ഓഫ് മാസ് മീഡിയ. മാസ് മീഡിയയുടെ റോൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഫർമേഷൻ ഡെസിമിനേഷൻ ആണ്, ജനങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക ഒന്നാമത്തെ റോൾ. കീപ്പിംഗ് ദി പബ്ലിക് ഇൻഫോംഡ് ഓൺ ദി കറണ്ട് ഇവന്റ്സ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയും ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റോൾ, ഇൻഫർമേഷൻ ഡെസിമിനേറ്റർ. രണ്ടാമതായി കൾച്ചറൽ ട്രാൻസ്മിറ്റർ ഓർ ട്രാൻസ്മിഷൻ, അതായത് സോഷ്യൽ നോംസും വാല്യൂസും ഒക്കെ ഷെയർ ചെയ്യുക, പുതിയ ചേഞ്ചസ് അല്ലെങ്കിൽ ക്രോസ് കൾച്ചർ കൺസെപ്റ്റുകൾ കൊണ്ടുവരിക, മറ്റ് ലോകത്ത് എവിടെ നടക്കുന്ന ചേഞ്ചസ് നമ്മളെ അഫക്റ്റ് ചെയ്യണം, എല്ലാം നമ്മൾ അറിയണം. അപ്പൊ അത്തരത്തിലുള്ള കൾച്ചറൽ ട്രാൻസ്മിഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും മാസ് മീഡിയയുടെ റോളാണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്നൊരു പരിധി വരെ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്കും മാസ് മീഡിയയ്ക്കും ഫ്രെയിം ചെയ്യാൻ സാധിക്കും. അതായത് ഹെൽപ്പ് ഷേപ്പ് പബ്ലിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്. ഇപ്പൊ ചില കാര്യങ്ങൾ, ചില വാർത്തകൾ ഒരുപാട് എംഫസൈസ് അവർ കൊടുക്കുന്നതായിട്ട് കാണാം. അതേസമയം അതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വാർത്തകൾക്ക് അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്തെന്നിരിക്കില്ല. അതുവഴി എന്താ യഥാർത്ഥത്തിൽ ഇത്തരം മീഡിയാസ് ചെയ്യുന്നത്? ജനങ്ങളുടെ ഒപ്പീനിയൻ ഷേപ്പ് ചെയ്തതിൽ അവരൊരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുകയാണ്. അവരായിട്ട് ഇപ്പോൾ കൂടുതൽ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ, ഒരേ തരത്തിലുള്ള മീഡിയ കണ്ടന്റ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് സത്യമാണെന്ന് പതുക്കെ വിശ്വസിക്കാൻ തുടങ്ങും. അതൊരു തിയറിയാണ്. അത്തരം ബിലീഫ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മാസ് മീഡിയയ്ക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. അതാണ് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മാസ് മീഡിയയ്ക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ടെന്ന് പറയാനുള്ള കാരണം. ദെൻ സോഷ്യൽ ഇന്റഗ്രേഷൻ, മീഡിയ ബ്രിങ്സ് ഡൈവേഴ്സ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടുഗദർ. പല രീതിയിലുള്ള പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം മീഡിയാസിന് സാധിക്കും. സോ ഇൻഫർമേഷൻ ഡെസിമിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ട്രാൻസ്മിഷൻ ഒരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള വെസ്റ്റേൺ മൂവീസ് ഒക്കെ കാണുന്നു. അതൊക്കെ വഴി പല കൾച്ചറും അതേപോലെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കൾച്ചറൽ ട്രാൻസ്മിഷൻ വിച്ച് ഈസ് കോസ്ഡ് ബൈ മീഡിയ എന്ന് തന്നെ പറയാം. അതോടൊപ്പം ഇൻഫ്ലുവൻസ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സോഷ്യൽ ഇന്റഗ്രേഷൻ, ഇതിലൊക്കെ മാസ് മീഡിയയ്ക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ. ഫങ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പല രീതിയിൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ,
ബേസിക് ഫങ്ഷൻസ് നമുക്ക് മാസ് മീഡിയ ഏരിയയിൽ അധികം ഒന്നും പറയാനില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ വരും. ലൈക്ക് ഇപ്പൊ പറയുന്ന പോലെ ഫങ്ഷൻസ്. ഒന്നാമതായിട്ട് ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ, അതായത് മാസ് മീഡിയ സെർവ്സ് ആസ് ദി പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ്, കറണ്ട് ഇവന്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. ജനങ്ങളിലേക്ക് ഇത്തരം ഇൻഫർമേഷൻസ് എത്തിക്കുന്നതിൽ മാസ് മീഡിയയ്ക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. സോ ഇറ്റ് കീപ്സ് ദി പബ്ലിക് ഇൻഫോംഡ് അബൌട്ട് ലോക്കൽ, നാഷണൽ ആൻഡ് ഗ്ലോബൽ ഡെവലപ്മെന്റ്സ്, പൊളിറ്റിക്സ്, സയൻസ്, ടെക്നോളജി ആൻഡ് മോർ. എന്താണ് നമുക്കിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ലോക്കൽ ആയിട്ടുള്ള ന്യൂസുകൾ, നാഷണൽ ലെവലിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്ലോബൽ ഇവന്റ്സ് എന്താണ്, ലൈക്ക് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഇതിലെല്ലാം ഒരു പ്രോമിനന്റ് റോൾ എന്ന് പറയുന്നത് മാസ് മീഡിയയ്ക്ക് ഉണ്ട്. അതാണ് ഇൻഫോർമേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. രണ്ടാമതായി എന്റർടൈൻമെന്റ് ഫംഗ്ഷൻ. മാസ് മീഡിയ പ്രൊവൈഡ്സ് എന്റർടൈൻമെന്റ് കണ്ടന്റ്. ടി വി ഷോസ്, മൂവീസ്, മ്യൂസിക്, ഓൺലൈൻ ഗെയിംസ്, ഇതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ലെഷർ ടൈം ബിൽഡ് ചെയ്യുന്നതിനൊരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുന്നതും മാസ് മീഡിയയാണ്, എന്റർടൈൻമെന്റ് ഫംഗ്ഷൻ. മൂന്നാമതായി എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. പുതിയ പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ഡോക്യുമെന്ററീസ്, ഇൻഫർമേറ്റീവ് കണ്ടന്റ് ഒക്കെ വഴി നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ട്രാവലോഗ് പോലുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മളെ പുതുതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതിലൊക്കെ മാസ് മീഡിയക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എഡ്യൂക്കേഷൻ ബൈ ഓഫറിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ഡോക്യുമെന്ററീസ് ആൻഡ് ഇൻഫർമേറ്റീവ് കണ്ടന്റ് ഓൺ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ്. ഓക്കെ. ദെൻ നാലാമതായി പെർസ്യൂസീവ് ഫംഗ്ഷൻ. പെർസ്യൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. സോ മാസ് മീഡിയ ഇൻഫ്ലുവൻസസ് പബ്ലിക് ഒപ്പീനിയൻ, ആസ് ഐ ഓൾറെഡി ടോൾഡ് യു. പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ മാസ് മീഡിയക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, ഇതിലൊക്കെ മാസ് മീഡിയ യഥാർത്ഥത്തിൽ കൈ കടത്തുന്നുണ്ടെന്ന് തന്നെ പറയാം. അഡ്വർടൈസ്മെന്റ്സ് വഴിയും അവരുടെ പ്രൊപ്പഗൻഡ വഴിയും അതോടൊപ്പം പെർസ്യൂസീവ് മെസ്സേജുകൾ വഴിയും. ഇപ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെന്റ്സും കാണുന്നുണ്ട്. ഇപ്പൊ ഇപ്പൊ മൂവീസിനിടയിലൊക്കെ സിഗരറ്റ് സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ട വാർണിംഗ് മെസ്സേജ് കാണിക്കാറുണ്ട്. അതൊക്കെ പെർസ്യൂസീവ് ആണ്, അതിൽ നിന്ന് പിന്മാറണമുള്ള എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ലൈക്ക് അത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ വെച്ചുകൊണ്ടുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ. അവർക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ വിജയിപ്പിക്കണം, അപ്പൊ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ എത്തിക്കുകയാണെങ്കിൽ പതുക്കെ അത് അവർ പറയുന്നത് ശരിയാണെന്നുള്ള വിശ്വാസം വരികയും അതൊരു പ്രൊപ്പഗൻഡയാണ്. മീൻസ് ദേ ഹാവ് എ പ്ലാൻ, ദേ ഹാവ് എൻ അജണ്ട. അതാണ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഒരു പ്ലാൻ ഉണ്ട്, ഒരു കൃത്യമായ ധാരണയുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്. ദെൻ അഡ്വർടൈസ്മെന്റ്സ്, അതറിയാമല്ലോ, അഡ്വർടൈസ്മെന്റ്സ് കണ്ട് അതുവഴി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബൈയിങ് ഡിസിഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളെ പെർസ്യൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എബിലിറ്റി മാസ് മീഡിയയ്ക്കുണ്ട്. ഇറ്റ് ഷേപ്സ് കൺസ്യൂമർ ചോയ്സസ് ആൻഡ് സൊസൈറ്റൽ പെർസെപ്ഷൻ. കൺസ്യൂമറുടെ ചോയ്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ഓവറോൾ ഒപ്പീനിയൻ ബിൽഡ് ചെയ്യുന്നതിന്, പെർസെപ്ഷൻ എന്താണ്, കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ മാസ് മീഡിയയ്ക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. സോ ദീസ് ആർ ദി ബേസിക് ഫങ്ഷൻസ്. ഒന്ന് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ, ദെൻ എന്റർടൈൻമെന്റ് ഫംഗ്ഷൻ, എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ആൻഡ് പെർസ്യൂസീവ് ഫംഗ്ഷൻ. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും പറയാം. എന്നാലും ബേസിക് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണ് ഈ കൺസെപ്റ്റുകൾ ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പെർസ്യൂസീവ് ഫംഗ്ഷന് എക്സാമ്പിൾ ഏതാണ്, പ്രൊപ്പഗൻഡ ഉണ്ടാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയയിലേക്ക് പോകാം. തിയറീസ് ഓഫ് മാസ് മീഡിയ. മാസ് മീഡിയയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ. സോ ഏതൊക്കെയാണ് ആ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് എന്ന് നമുക്ക് കാണാം. ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് തിയറിയാണ്. സോ ഈ തിയറി പറയുന്നത് മീഡിയ ഡസൻ ടെൽ പീപ്പിൾ വാട്ട് ടു തിങ്ക്, ബട്ട് വാട്ട് ടു തിങ്ക് അബൌട്ട് ബൈ ഹൈലൈറ്റിംഗ് സർട്ടൻ ഇഷ്യൂസ് ഓവർ അതേഴ്സ്. സോ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അവർ പറയുന്നില്ല, പക്ഷെ എന്ത് ചെയ്യും, ചില ഇഷ്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിക്കും. റൈറ്റ്? അങ്ങനെയല്ലേ മീഡിയ ചെയ്യുന്നത്. മീഡിയ ഡസൻ ടെൽ പീപ്പിൾ വാട്ട് ടു തിങ്ക്, ബട്ട് വാട്ട് ടു തിങ്ക് അബൌട്ട് ബൈ ഹൈലൈറ്റിംഗ് സർട്ടൻ ഇഷ്യൂസ് ഓവർ അതർ. ചില കാര്യങ്ങളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. അങ്ങനെ ചെയ്യുന്ന രീതി, ഒരു അജണ്ട, നമ്മളുടേതായ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ നമ്മളുടെ ചിന്താഗതികളെ ഒരു വഴിക്ക്, ഒരു ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യുന്നതിനൊക്കെ മീഡിയക്ക് ഒരു പ്രോമിനന്റ് റോൾ ഉണ്ട്. സോ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഷോസ് മീഡിയ പവർ ടു ഇൻഫ്ലുവൻസ് പബ്ലിക് പ്രയോറിറ്റീസ് ആൻഡ് ഡയറക്റ്റ് സോഷ്യൽ കോൺവെർസേഷൻ ബൈ ഫോക്കസിങ് അറ്റൻഷൻ ഓൺ സ്പെസിഫിക് ഒബ്ജക്ട്സ്.
അവർക്ക് അവരുടേതായ ഒരു എയിം ഉണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ പറ്റി ജനങ്ങൾ ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി തന്നെയായിരിക്കും കൂടുതൽ വാർത്തകൾ വരുന്നത്. 2, 3, 4, 5 ദിവസങ്ങൾ ചിലപ്പോൾ ന്യൂസ് ചാനലുകളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 80 ദിവസങ്ങളൊക്കെ ഒരു മാറ്റത്തിനെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടന്നാലും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണം. അതിൽ നിന്നാണ് അവരുടെ അജണ്ട പ്രകാരം ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒപ്പീനിയൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മീഡിയയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതാണ് അജണ്ട സെറ്റിംഗ്. പബ്ലിക് പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നതിലും പബ്ലിക് പ്രയോറിറ്റീസ് ഡിസൈഡ് ചെയ്യുന്നതിലും മീഡിയയ്ക്ക് ഒരു പ്രൊമിനന്റ് റോൾ പ്ലേ ചെയ്യാൻ സാധിക്കും. അതാണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. 2, കൾട്ടിവേഷൻ തിയറി. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. കൾട്ടിവേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേ മീഡിയ കണ്ടന്റ് കണ്ടിന്യൂസ്ലി കാണാൻ തുടങ്ങുകയാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയ കണ്ടന്റ് ആണ്, അത് നമ്മൾ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് കാണുകയാണ് കുറെ നാളുകൾ. അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ വിശ്വാസങ്ങൾ അവരുടെ ചാനലിന്റെ കണ്ടന്റിനോട് ഒത്തുപോകും. പതുക്കെ പതുക്കെ അവർ പറയുന്ന എല്ലാം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. ഇതാണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത്. ലോങ് ടൈം എക്സ്പോഷർ ടു മീഡിയ, എസ്പെഷ്യലി ടെലിവിഷൻ, ക്യാൻ ഷേപ്പ് ഓഡിയൻസസ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. അവര് എന്താണ് റിയൽ എന്ന് വിശ്വസിക്കുന്നത് ആ ഒരു എന്താണോ ആ മീഡിയ പറയുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ഇത്തരം ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു തിയറിയാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. ലോങ് ടൈം എക്സ്പോഷർ, പെർട്ടിക്കുലർ മീഡിയ, പെർട്ടിക്കുലർ ടെലിവിഷൻ, പെർട്ടിക്കുലർ ന്യൂസ് പേപ്പർ, അങ്ങനെ ഒരു ലോങ് ടൈം എക്സ്പോഷർ നമുക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങും. ഇതാണ് കൾട്ടിവേഷൻ തിയറി. സോ ഈ ഒരു കൺസെപ്റ്റ് എവിടെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഇത് എക്സ്പ്ലെയിൻസ് ഹൗ മീഡിയ കണ്ടന്റ് ലൈക്ക് വയലൻസ് ഇൻ TV ഷോസ് can lead to perceptions like the mean veiled syndrome, where heavy viewers see the world as more dangerous than it is. നമ്മൾ ഒരുപാട് വയലന്റ് TV ഷോസ് കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു പ്രോബ്ലമാണ് മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആക്ച്വലി നമ്മൾ എല്ലാത്തിനെയും ഭയപ്പെടാൻ തുടങ്ങും. റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയില്ല. അപ്പം എല്ലാ കാര്യങ്ങളെയും നമ്മൾ സംശയിക്കുകയും പേടിക്കുകയും തുടങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാ? ഈ എക്സ്പോഷർ ആണ്. ഓവർ എക്സ്പോഷർ ഹാപ്പൻ ചെയ്യുമ്പോൾ അതുവഴി അത് നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. അതാണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത്. സോ 2 തിയറികൾ ക്ലിയർ അല്ലേ? അജണ്ട സെറ്റിംഗ് ആൻഡ് കൾട്ടിവേഷൻ തിയറി. നമുക്കൊരു 10 തിയറികൾ പറയാനുണ്ട്. ഈ 10 തിയറികളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ? സേയസ് ക്ലിയർ ആണ് സർ. ശരി. 3ാമത്തെ തിയറി ഹൈപ്പോതെർമിക് നീഡിൽ തിയറി എന്ന് പറയും, ഓർ മാജിക് ബുള്ളറ്റ് തിയറി എന്നും പറയും. ഓക്കെ, ഹൈപ്പോതെർമിക് നീഡിൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ മെസ്സേജസ് ആർ ഇൻജക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു എ പാസീവ് ഓഡിയൻസ്, കോസിങ് ഇമ്മീഡിയറ്റ് പവർഫുൾ എഫക്ട്സ്. അതായത് നമ്മളിപ്പോ ഓഡിയൻസിന്റെ ഇടയിലേക്ക് കറക്റ്റ് ഒരു മെസ്സേജ് അവരങ്ങ് ഇൻജക്ട് ചെയ്യുകയാണ്. ലൈക്ക് ഇപ്പൊ ഒരു വാർത്ത, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ മാത്രമായിട്ട് മീഡിയ ഒരു റേപ്പ് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ സിവിയറിറ്റി അവരെത്രമാത്രം വലുതായിട്ടാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം വലിയ ഒരു ഇഷ്യൂ ആയിട്ടാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന അത്രയും വലുതായിട്ടായിരിക്കും. അതേസമയം അത്ര സിവിയർ ആയിട്ട് അവർ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തൊന്നും ഇരിക്കില്ല. ഓക്കെ, അതാണ് മീഡിയ ഇൻജക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഓഡിയൻസിന്റെ ഇടയിലേക്ക് മീഡിയ ഇൻഫർമേഷൻ എത്തിക്കുന്ന രീതി എങ്ങനെയാണോ അത് നമ്മളെ കൂടുതൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Although outdated, it highlights the concept of direct media influence, especially relevant to propaganda and persuasive messaging. So, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ് കാരണം, ലൈക്ക് ഒരു റീസെന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു ഇഷ്യൂ ആണ്, പോലീസ് വെടിവെച്ച് കൊന്നു. കുറച്ച് ഐ തിങ്ക് ഹൈദരാബാദിലാണെന്ന് തോന്നുന്നു, കുറച്ച് പ്രതികളെ പോലീസ് വെടിവെച്ച് കൊന്നു. ഉടനെ തന്നെ മീഡിയ അത് വലിയ നല്ല കാര്യമായിട്ടാണ് ചിത്രീകരിച്ചത്. ഓക്കെ, നല്ല കാര്യമാണോ? നമ്മുടെ പെർസെപ്ഷനിൽ ഓൾറെഡി അത് നല്ല കാര്യമാണ്, അത് ചെയ്ത് തെറ്റാണ്, അപ്പൊ അങ്ങനെ ശിക്ഷ കൊടുക്കണം എന്നൊരു തിയറി നമ്മളുടെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ മീഡിയയുടെ റിപ്പോർട്ടിങ്ങിന് ഒരു പ്രൊമിനന്റ് റോൾ ഉണ്ട്. അതേസമയം അതിന്റെ നെഗറ്റീവ് ഒരിടത്തും തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഇതൊരു നിയമമുള്ള ഒരു ലാൻഡ് ആണ് എന്നുള്ള കാര്യം മറന്നു പോകുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണെന്ന് വന്നത്. സോ അത്തരം ഇഷ്യൂസ്
മീഡിയ ഇൻഡിവിജ്വലിന്റെ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പാസീവ് ആയിട്ടുള്ള എന്ത് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഇത്തരം മെസ്സേജുകൾ എത്തുമ്പോൾ അവർ കൂടുതൽ ചിന്തിക്കാതെ മീഡിയ എന്ത് പറയുന്നുണ്ടോ അത് ശരിയാണെന്നും അതനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങും. ഇതാണ് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത്. ഓഡിയൻസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്, ഓഡിയൻസ് ആക്റ്റീവ് സ്റ്റേറ്റിലല്ല എങ്കിൽ എന്താണോ അവർ പറയുന്നത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ ഓട്ടോമാറ്റിക്കലി അവർ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് ചിന്തിക്കുകയും അതിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് മാജിക് ബുള്ളറ്റ് തിയറി. റൈറ്റ്. ഈ തിയറി ഔട്ട്ഡേറ്റഡ് തിയറി ആയിട്ടാണ് പലപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇന്നും നമുക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് പലയിടത്തും കാണാൻ സാധിക്കും. ഇതാണ് ഹൈപ്പോതെർമിക് നീഡിൽ തിയറി. ഓക്കെ, ദെൻ ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി. അടുത്ത തിയറി ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി. മീഡിയ എഫക്ട്സ് ആർ ഇൻഡയറക്റ്റ് ആൻഡ് ഓഫൻ ഫിൽറ്റേർഡ് ത്രൂ ഒപ്പീനിയൻ ലീഡേഴ്സ് ബിഫോർ റീച്ചിങ് ടു ദി വൈഡർ ഓഡിയൻസ്. അതായത് ഇവിടെ ഈ തിയറി പറയുന്നത് മീഡിയ എഫക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ല, നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില ഒപ്പീനിയൻ ലീഡേഴ്സ് എത്തുന്നുണ്ട്. ആ ഒപ്പീനിയൻ ലീഡേഴ്സ് പിന്നെ ഇതിനെ കുറച്ചുകൂടി അവരുടെ പെർസെപ്ഷനിലേക്ക് മാറ്റിയിട്ട് അത് മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, emphasizes interpersonal relationship in media influence, showing that social network can mediate media effects. അതായത് ഇപ്പോ നമ്മൾ ഒരു വാർത്ത കണ്ടു എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ കാണുന്ന ഒരു വാർത്ത കുറെ ആളുകൾ കണ്ടു, പക്ഷെ നമ്മൾ അതിനെ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ കുറച്ച് മറ്റ് കണ്ട ഒരു വ്യക്തി ആ വാർത്തയെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. കണ്ട ഒരു വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ച് ആ വാർത്ത വളരെ മോശമായിപ്പോയി, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, നമ്മൾ അതിനെ പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കും നമ്മുടെ മുമ്പിൽ ഒരു പെർസെപ്ഷൻ വന്നിരിക്കുന്നത്. ഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്യുന്ന പെർസെപ്ഷനേക്കാളും മറ്റൊരു ഇൻഡിവിജ്വൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു ഒപ്പീനിയൻ ലീഡർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ആ ഒപ്പീനിയൻ ലീഡർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന പെർസെപ്ഷൻ നമ്മളെ കൂടുതൽ ബാധിക്കും. അവരുടെ വ്യൂ പോയിന്റ് ആയിരിക്കും നമ്മളുടെ കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിനേക്കാൾ എന്തായിരിക്കും ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ആ വ്യക്തി എന്താണോ അദ്ദേഹത്തിന്റെ പെർസെപ്ഷൻ മനസ്സിലായത് ഫിൽറ്റർ ചെയ്യും. ഫിൽറ്ററിങ് അറിയാലോ, എന്താണ് ഫിൽറ്ററിങ്? ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജിനെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാതെ അതിൽ എന്താണോ റെലവെന്റ് ആയിട്ടുള്ളത് ആ കാര്യം മാത്രം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. സോ ആ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു ആസ്പെക്ട് മാത്രം എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. അത്തരം സിറ്റുവേഷൻസ് നമ്മളുടെ യഥാർത്ഥ നോളജ് നമ്മളിലേക്ക് എത്തുന്നതിന് പകരം ആ പാർട്ടിയുടെ പെർസെപ്ഷൻ ആയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതിനെയാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ 4 തിയറികൾ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യാനുണ്ടോ? അജണ്ട സെറ്റിംഗ്, കൾച്ചറൽ കൾട്ടിവേഷൻ തിയറി, ദെൻ മാജിക് നീഡിൽ തിയറി ഓർ മാജിക് ബുള്ളറ്റ് തിയറി ആൻഡ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി. 4 ക്ലിയർ ആണോ? ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി ഒന്നുകൂടെ ഒന്ന് പറയൂ. ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഡയറക്ട്ലി ഒരു ന്യൂസ് കാണുമ്പോൾ ഇൻഫ്ലുവൻസ് ആവുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു വ്യക്തി ഈ ന്യൂസ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ അതിനെ മനസ്സിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആ പറയുന്ന മീഡിയ നമ്മളെ കൂടുതലായിട്ട് ഇഫക്റ്റ് ചെയ്യും. ഇതാണ് തിയറി പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടേതായ ഒരു റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ചിന്താഗതി ഒന്നും വന്നിരിക്കില്ല. പക്ഷേ നമ്മളുടെ ചില സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു, നിങ്ങൾ അതറിഞ്ഞോ, ഇതറിഞ്ഞോ, അത് ആ കാണിച്ചിരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആ വാർത്ത അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് ശരിയാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോഴാണ് ആ ശരിയാണല്ലോ അങ്ങനെ തോന്നുന്നത്. അതായത് ആ ഇന്റർമീഡിയറ്റ് ആക്ട് ചെയ്ത പേഴ്സൺ ആണ് ഒപ്പീനിയൻ ലീഡർ. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിനെ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് മാറ്റിയിട്ട് ആ ഇൻഡിവിജ്വൽ ഫിൽറ്റർ ചെയ്യും. അതായത് എൻറ്റയർ ന്യൂസിനെ അതേപടി തന്നെ നമ്മളുടെ അടുത്തേക്ക് അവതരിപ്പിക്കാതെ അതിനകത്തു നിന്നും അദ്ദേഹത്തിന് റെലവെന്റ് ആയിട്ട് തോന്നി അദ്ദേഹത്തിന്റെ പെർസെപ്ഷൻ എന്താണോ അതായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയെന്നിരിക്കും. അതാണ് ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നത്. മീഡിയ എഫക്ട്സ് ആർ ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് ആകണമെന്നില്ല, അത് ഇൻഡയറക്റ്റ് ആണ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓഫൺ ഫിൽറ്റേർഡ് ത്രൂ ഒപ്പീനിയൻ ലീഡേഴ്സ്, ഒരു ഇന്റർമീഡിയറി. ആ ഒപ്പീനിയൻ ലീഡർ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ബിഫോർ റീച്ചിങ് ടു ദി വൈഡർ ഓഡിയൻസ്. സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത്തരം ഒപ്പീനിയൻ ലീഡേഴ്സ് ഉണ്ട്. അത് നമുക്ക് വേറൊരു തിയറിയുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ടു സ്റ്റെപ്പ് ഫ്ലോ തിയറിയെ പറയാൻ പറ്റും. അതായത് ഈ ഒപ്പീനിയൻ ലീഡർ എന്ന് പറയുന്നത് ചിലപ്പോൾ എഡിറ്റേഴ്സ് ആകാം. ഓക്കെ,
നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എഡിറ്റേഴ്സും ആകാം. അതിലെ ഗേറ്റ് കീപ്പിംഗ് തിയറി എന്ന് പറയും. ഗേറ്റ് കീപ്പിംഗ്, അതായത് എന്താണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ന്യൂസ് പേപ്പറിലാണെങ്കിൽ അവരൊരു വാർത്ത കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാർത്ത അവരുടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റർ ചെക്ക് ചെയ്യും അതിലേതാണ് ജനങ്ങൾ വായിക്കേണ്ടത്. അന്തിമ തീരുമാനം എടുക്കുന്ന ഈ എഡിറ്ററാണ്. അപ്പൊ ആ എഡിറ്റർ ഫിൽറ്റർ ചെയ്ത കോപ്പി മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ആ വേയിൽ നമുക്ക് 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയാം. ഓക്കെ, അതായത് Okay, sir. ഒറിജിനൽ മെസ്സേജ് നമ്മളിലേക്ക് എത്തുന്നതിന് പകരം ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ് സാധാരണഗതി കാണുന്നത്. ഇതാണ് 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി. ഓക്കെ ആണോ? ഓക്കെ സർ, മനസ്സിലായി. ശരി. അടുത്തത് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി. Uses and gratifications theory. Audience are active consumers of media, using it to satisfy specific needs such as entertainment, information, and social interaction. ഇത് പറയുന്നത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് അതിന്റെ പല യൂസസ് ഉണ്ട്. മീഡിയ അവർ യൂസ് ചെയ്യുന്നത് അവരവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകും. അവരവരുടേതായ എന്റർടൈൻമെന്റ്, അവർക്ക് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിക്കും. സോഷ്യൽ ഇന്ററാക്ഷൻ വേണമെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടി ഉപയോഗിക്കും. സോ ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചും മീഡിയയുടെ പർപ്പസ് എന്ന് പറയുന്നത് അവർക്ക് ഉതകുന്ന രീതിയിലാണ്, അവർക്ക് ആപ്റ്റ് ആവുന്ന രീതിയിലായിരിക്കും. സോ ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം വാട്ട് മീഡിയ ഡസ് ടു പീപ്പിൾ ടു വാട്ട് പീപ്പിൾ ഡു വിത്ത് മീഡിയ, റെക്കഗ്നൈസിങ് ഓഡിയൻസ് ഏജൻസി. അതായത് ഇവിടെ ആക്ച്വലി ഈ ഒരു തിയറിയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് മീഡിയ പീപ്പിൾ എന്ത് ചെയ്യുന്നു ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്നാൽ ഈ ഒരു തിയറി തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പീപ്പിൾ മീഡിയ എന്തിനു വേണ്ടി ഉപയോഗിക്കും. പീപ്പിൾ മീഡിയ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയാകാം. എന്റർടൈൻമെന്റ് വേണം, ഇൻഫർമേഷൻ വേണം, സോഷ്യൽ ഇന്ററാക്ഷൻ വേണം. അങ്ങനെയുള്ള പല പർപ്പസുകൾക്ക് വേണ്ടിയായിരിക്കും ജനങ്ങൾ മീഡിയ യൂസ് ചെയ്യുന്നതെന്ന് ഈ തിയറി പറയുന്നു. അത്രേ ഉള്ളൂ. സോ ഇവിടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഡിഫറൻസ് ആണ് ഈ തിയറിയിൽ വരുന്നത്. ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഓഡിയൻസ് എന്തുകൊണ്ട് മീഡിയ ഫോളോ ചെയ്യുന്നു, എന്താണ് ഓഡിയൻസിന് മീഡിയയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ തിയറിയുടെ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, സോ ജസ്റ്റ് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക. ഓഡിയൻസ് ആർ ആക്റ്റീവ് കൺസ്യൂമേഴ്സ്, ദേ ആർ നോട്ട് പാസീവ് കൺസ്യൂമർ. പ്രീവിയസ് തിയറിയിൽ നമ്മൾ കണ്ടു പാസീവ് കൺസ്യൂമർ ആയിട്ട് അസ്യൂം ചെയ്തത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഓഡിയൻസിന് എന്ത് വേണോ അതേ അവർ കേൾക്കും. അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അവർ കേൾക്കും, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അവർ കേൾക്കില്ല. ഇതാണ് ഗ്രേറ്റിഫിക്കേഷൻ തിയറി പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത തിയറി സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി. പീപ്പിൾ ആർ ലെസ് ലൈക്ലി ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ് ഇഫ് ദേ പെർസീവ് ദെംസെൽസ് ടു ബി ഇൻ എ മൈനോറിറ്റി, റീഇൻഫോഴ്സിങ് ദി ഡോമിനൻസ് ഓഫ് മെജോറിറ്റി വ്യൂസ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ സംസാരിക്കുന്ന ഒരു പൊസിഷൻ, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ പറയൂ. നമ്മുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ ഗ്രൂപ്പ് അവര് ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് താല്പര്യമില്ലാത്ത ആളാണെന്ന് വിചാരിക്കാം. സോ മൈനോറിറ്റി പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മളത് സാധാരണഗതിയിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ തയ്യാറായെന്ന് വരില്ല. അതേസമയം മെജോറിറ്റി വ്യൂസ് ആണെങ്കിൽ, മെജോറിറ്റിയിൽ വരുന്ന കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. സോ പീപ്പിൾ ആർ ലെസ് ലൈക്ലി ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ് ഇഫ് ദേ പെർസീവ് ദെംസെൽഫ് ടു ബി ഇൻ ദി മൈനോറിറ്റി. അവരുടെ ഒപ്പീനിയൻ മൈനോറിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ഡോമിനൻസ് കൊടുക്കുന്നത് മെജോറിറ്റി വ്യൂസിനായിരിക്കും. മെജോറിറ്റി എന്താണോ പറയുന്നത് അതിന്റെ ഒപ്പം അത് ഫോളോ ചെയ്യുന്ന ഒരു ബിഹേവിയർ, അതിനെയാണ് ഹെർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഹെർഡ് ബിഹേവിയർ എന്ന് പറയും. ഈ ഒരു തിയറി ഉണ്ട്, ഹെർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. മെജോറിറ്റി പ്രോമിനൻസ് എന്താണോ അത് ഫോളോ ചെയ്യുക എന്നൊരു കൺസെപ്റ്റ്. അത് തന്നെയാണ് സ്പൈറൽ ഓഫ് സൈലൻസ് തിയറിയിലും വരുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ മീഡിയ ക്യാൻ ഇമ്പാക്ട് സോഷ്യൽ കൺഫർമിറ്റി ആൻഡ് ഡിസെൻഡിങ് ഒപ്പീനിയൻസ്. അതായത് ഈ തിയറി പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ഒരു സോഷ്യൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മീഡിയയ്ക്ക് ഒരു റോൾ ഉണ്ടെന്ന്. കോമൺ ഒപ്പീനിയൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു കൺഫർമിറ്റി ടു സെയിം തിങ്, അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ലാർജർ ഓഡിയൻസ് പറയുമ്പോൾ അത് ശരിയാണെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങും. ഓക്കെ, അതേസമയം ഒരു മൈനോറിറ്റി വ്യൂ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ ആളുകൾ തയ്യാറായി എന്ന് വരില്ല. അതുകൊണ്ട് മെജോറിറ്റി വ്യൂവിനൊപ്പം തന്നെ ആളുകൾ പോകും. ഇതാണ് സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഇത് കോമൺലി കേട്ടിട്ടുള്ള തിയറിയാണ്, സൈക്കോളജിക്കൽ തിയറി ആയിട്ട് പറയാം. ഒബ്സർവേഷണൽ ലേണിംഗ്, അതായത് പീപ്പിൾ ലേൺ ബിഹേവിയർ ബൈ ഒബ്സർവിങ് അതേഴ്സ് ഇൻക്ലൂഡിങ് ദോസ് സീൻ ഇൻ മീഡിയ.
മീഡിയയിൽ കാണുന്ന ആളുകളെ നമ്മൾ ചിലപ്പോൾ അനുകരിച്ചെന്നിരിക്കും. നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലാണ്. മറ്റുള്ളവരെ കണ്ട് അനുകരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് അവരുടെ ബിഹേവിയർ കോപ്പി ചെയ്തൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ മീഡിയയിലായാലും മീഡിയ കാണുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുകരിച്ചെന്നിരിക്കും. സോ എക്സ്പ്ലെയിൻസ് ഹൗ മീഡിയ ഇൻഫ്ലുവൻസസ് ബിഹേവിയർ. ഒരു 90s അല്ലെങ്കിൽ ഒരു 80s സിഗരറ്റ് സ്മോക്കിംഗ് കൂടാനുള്ള കാരണം എന്താണ്? അതും ഒരു മീഡിയക്ക് ഒരു പ്രൊമിനന്റ് റോൾ ഉണ്ടായിരുന്നു. മീഡിയ അതിനെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് കാരണം ആ ഒരു ജനറേഷന്റെ ഇടയിൽ ഇത് കോമൺ ആയി മാറാനുള്ള ഒരു റീസണും അതായിരുന്നു. ഓക്കെ, അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി കൺസെപ്റ്റ് പറയുന്നത്. ഒബ്സർവ് ചെയ്ത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അത് പഠിക്കുക, അത് കോപ്പി ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണ തോട്ടാണ്. കോപ്പി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ മീഡിയ ഇൻഫ്ലുവൻസസ് ബിഹേവിയർ, particularly relevant for understanding the impact of violent or aggressive content on viewers. വയലന്റ് കണ്ടന്റുകളൊക്കെ വരുന്നത് ജനങ്ങളെ എങ്ങനെ ബാധിക്കും, അവരത് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ അവരിൽ ഉണ്ടാകാനോ ഒക്കെ കാരണമാകും. ഓക്കെ, ഇതാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പീപ്പിൾ ബിഹേവിയർ ലേൺ ചെയ്യുന്നു, മറ്റുള്ളവരെ ചെയ്യുന്നത് കണ്ട് അത് പഠിക്കുന്നുണ്ട്. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ നക്ചൽ. ഓക്കെ, സോ 7 തിയറികളായി. ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് പറയും? അജണ്ട സെറ്റിംഗ്, കൾട്ടിവേഷൻ, ഹൈപ്പോതെർമിക് നീഡ് തിയറി, then 2-step flow theory, uses and gratification theory, spiral of silence theory, social learning theory. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ശരി, ഓക്കെ. 8ാമത്തെ തിയറി, ഗേറ്റ് കീപ്പിംഗ് തിയറി. ഗേറ്റ് കീപ്പിംഗ് തിയറി ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഗേറ്റ് കീപ്പർ ഉണ്ട്, റൈറ്റ്? അതായത് ആരൊക്കെ എന്ത് ന്യൂസ് കൊണ്ടുവന്നാലും അത് അൾട്ടിമേറ്റ്ലി ഒരു എഡിറ്റർ അത് ക്രോസ് ചെക്ക് ചെയ്യും. ഓർ ജേർണലിസ്റ്റ് അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമായിരിക്കും പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. ഇദ്ദേഹത്തെയാണ് ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. സോ മീഡിയയെ സംബന്ധിച്ചും there are gatekeepers like editor, journalist, etc. അവര് എന്ത് ചെയ്യും? They will filter information and control what reaches to the public. എന്താണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്ന് അവര് തീരുമാനിക്കുന്നുണ്ട്. ഇതാണ് ഗേറ്റ് കീപ്പിംഗ് തിയറി. Shows how media shapes narratives by choosing which stories to public, influencing public knowledge and discourage. Public knowledge and discourse. സോ എങ്ങനെ ജനങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. സോ അവരിലേക്ക് എത്തുന്ന എല്ലാ വാർത്തകളും അവർ അതേപടി തന്നെ പബ്ലിഷ് ചെയ്യുന്നില്ല. ഒരു എഡിറ്ററും ഒരു ജേർണലിസ്റ്റും അവർക്ക് കിട്ടുന്ന വാർത്തകളെ ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കണം എന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് തീരുമാനിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതാണ് ഗേറ്റ് കീപ്പിംഗ് തിയറി. സോ ദർ ഇസ് എ ഗേറ്റ് കീപ്പർ. ആ ഗേറ്റ് കീപ്പർ മീഡിയ ഒപ്പീനിയൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു മേജർ ഇൻഫ്ലുവൻസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഗേറ്റ് കീപ്പിംഗ് തിയറി. ദെൻ ഫ്രെയിമിംഗ് തിയറി. ഫ്രെയിമിംഗ് തിയറി എന്ന് പറഞ്ഞാൽ മീഡിയ ഫ്രെയിം ഓർ പ്രസന്റ് സ്റ്റോറീസ് ഇൻ സ്പെസിഫിക് വേസ്, ഇൻഫ്ലുവൻസിങ് ഹൗ ഓഡിയൻസ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ. ഫ്രെയിമിംഗ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് എല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതായത് മീഡിയക്ക് ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അവരത് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കും. അതേ കാര്യത്തെ തന്നെ നെഗറ്റീവായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അത് ഒരു നെഗറ്റീവായിട്ട് അവതരിപ്പിച്ചെന്നിരിക്കും. ഇതാണ് ഫ്രെയിമിംഗ്. ഓക്കെ, സോ മീഡിയ പ്രസന്റ് സ്റ്റോറീസ് ഇൻ സ്പെസിഫിക് വേസ്, ഇൻഫ്ലുവൻസിങ് ഹൗ ഓഡിയൻസ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ. അവരെങ്ങനെയാണോ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഓഡിയൻസ് ആ ഇൻഫർമേഷനെ മനസ്സിലാക്കുന്നത്. പോസിറ്റീവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ട് അവരെടുക്കും. നെഗറ്റീവായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ജനങ്ങൾ ആ ഒരു അതേ തോട്ടിനെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ചെന്നിരിക്കും. സോ ഡെമോൺസ്ട്രേറ്റ് ദി പവർ ഓഫ് ലാംഗ്വേജ് ആൻഡ് പെർസ്പെക്റ്റീവ് ഇൻ മീഡിയ ടു ഷേപ്പ് പബ്ലിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇഷ്യൂസ്. സോ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, ജനങ്ങൾ മീഡിയ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, മീഡിയയുടെ പെർസ്പെക്റ്റീവ്സ്, അതെങ്ങനെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് ഈ ഫ്രെയിമിംഗ് തിയറി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിയറി ഈസ് മീഡിയ ഡിപ്പെൻഡൻസി തിയറി. മീഡിയ ഡിപ്പെൻഡൻസി തിയറി എന്ന് പറഞ്ഞാൽ പീപ്പിൾ റിലേ ഓൺ മീഡിയ ഫോർ ഇൻഫർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ എൻവയോൺമെന്റ്, എസ്പെഷ്യലി ഇൻ ദി ടൈം ഓഫ് ക്രൈസിസ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന ടൈമിൽ നമ്മൾ മീഡിയയുടെ മുമ്പിലായിരുന്നു. ബിക്കോസ് നമുക്ക് ആ ഒരു കാര്യം അറിയാൻ വേണ്ടി വേറെ വഴിയില്ല. ഒരു ക്രൈസിസ് ഹാപ്പൻ ചെയ്തു, അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് അവേ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ മീഡിയ ഡിപ്പെൻഡൻസി ഇൻക്രീസസ് ഡ്യൂറിങ് അൺസർട്ടൻ സിറ്റുവേഷൻ. അൺഎക്സ്പെക്ടഡ് ആയുള്ള സിറ്റുവേഷൻ, അൺസർട്ടൻ ആയുള്ള സിറ്റുവേഷൻസ് വരുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് മീഡിയ ഡിപ്പെൻഡൻസി കൂടുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ,
സോ ഗീവിംഗ് മീഡിയ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓവർ ഓഡിയൻസ് പെർസെപ്ഷൻ ആൻഡ് ബിഹേവിയർ. അന്ന് മീഡിയയിൽ എന്താണോ പറഞ്ഞത് അതാണ് നമ്മുടെ പെർസെപ്ഷനെ കാരണമായത്, അത് നമ്മുടെ ബിഹേവിയറിന്റെ കാരണമായത്. അപ്പൊ അവര് കോവിഡ് സിറ്റുവേഷനിൽ നമ്മളോട് പറഞ്ഞു എന്താണ് മാസ്ക് വെക്കണം, ജനങ്ങൾ അത് ഫോളോ ചെയ്തു. ഒരു പെർസ്യൂസീവ് ആയിട്ടുള്ള മെസ്സേജ്, റൈറ്റ്? സോ ഇതൊക്കെയാണ് മീഡിയ ഡിപ്പെൻഡൻസി. നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും ഡിപ്പെൻഡ് ചെയ്യാനും കാരണമാകും when there is an unforeseen issue. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഡിഫറെന്റ് തിയറീസ്. അജണ്ട സെറ്റിംഗ്, കൾട്ടിവേഷൻ, ഹൈപ്പോതെർമിക് നീഡിൽ തിയറി, ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി, യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി, സ്പൈറൽ ഓഫ് സൈലൻസ് തിയറി, then social learning theory, gatekeeping theory, framing theory, media dependency theory. Okay, so shall I move on? Yes, sir. ശരി, അടുത്തത് മീഡിയ എത്തിക്സ് ആണ്. എത്തിക്സിൽ എനിക്ക് ഒന്നും തന്നെ പറയാനുള്ള, ജസ്റ്റ് ഒന്ന് കേൾക്കുക. മീഡിയ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. ഏതൊരു പ്രൊഫഷണൽ ബോഡിക്കും അതിൻ്റെതായ കോഡ് ഓഫ് കണ്ടന്റ് ഉണ്ടായിരിക്കണം. കോഡ് ഓഫ് കണ്ടന്റ് ഇല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ തെറ്റിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ പെർസെപ്ഷനെ തന്നെ ബാധിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് പുറമിൽ അവർ ഫോളോ ചെയ്തിരിക്കേണ്ട ചില റൂൾ അല്ലെങ്കിൽ ചില എത്തിക്കൽ ഗൈഡ് ലൈൻസ്, അതിനെയാണ് മീഡിയ എത്തിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ദാറ്റ് ആർ ക്രൂഷ്യൽ ആസ്പെക്ട്സ് ഓഫ് മീഡിയ ഇൻഡസ്ട്രി that involve making ethical decisions in creation, distribution, dissemination of information, entertainment and messages. അതായത് മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും അത് ഡിസെമിനേറ്റ് ചെയ്യുന്നതിലും ഒക്കെ എന്തുണ്ടാവണം? ഒരു എത്തിക്കൽ ഡിസിഷൻസ് മീഡിയയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഓക്കെ, അതാണ് മീഡിയ എത്തിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മീഡിയ പ്രൊഫഷണൽസ് ഹാവ് എ റെസ്പോൺസിബിലിറ്റി to uphold ethical standards while respecting the rights and interest of audience and society at large. സോ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ മീഡിയ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയില്ലേ, അത് അവരുടെ എത്തിക്സിന്റെ ഭാഗമാണ്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പാക്കണം, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതൊക്കെ മീഡിയ എത്തിക്സിന്റെ ഭാഗമാണ്. സോ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മീഡിയ എത്തിക്സ് ആയിട്ട് പറയാവുന്നത്? ഒന്ന്, ആക്യുറസി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. എന്താണോ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മീഡിയക്ക് സാധിക്കണം. സോ മീഡിയ പ്രൊഫഷണൽസ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻഫർമേഷൻ ടു ദി പബ്ലിക്. സോ ഫാക്ട് ചെക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെരിഫൈ ചെയ്യണം. എറേഴ്സ് വരുവാണെങ്കിൽ ആ എറർ അംഗീകരിച്ചുകൊണ്ട് തിരുത്താൻ തയ്യാറാവണം. ഇതൊക്കെയാണ് ആക്യുറസി എൻഷുർ ചെയ്യാൻ വേണ്ടി മീഡിയ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമതായിട്ട് ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി. ബയാസ്ഡ് ആവരുത്, ഇൻഫർമേഷൻ പാർഷ്യൽ ആകരുത്, ഇംപാർഷ്യൽ ആയിരിക്കണം. അതായത് മീഡിയ ഷുഡ് പ്രിവെന്റ് ഡൈവേഴ്സ് വ്യൂ പോയിന്റ്സ്. പ്രസന്റ് ചെയ്യണം പല കാഴ്ചപ്പാടുകൾ. ഒരു സൈഡിൽ നിന്നുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നത് മീഡിയയുടെ റോളല്ല. മീഡിയ സപ്പോർട്ടിങ് ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഒപ്പോസിങ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രമുള്ള ബയാസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. സോ ബാലൻസ് റിപ്പോർട്ടിംഗ് ആണ് വേണ്ടത്. വിച്ച് വിൽ എൻഷുർ ഫെയർനെസ് ആൻഡ് അവോയ്ഡ് ബയാസ്. അതാണ് ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ, പ്രൈവസി ആൻഡ് ഇൻട്രൂഷൻ. റെസ്പെക്ട് ഇൻഡിവിജ്വൽസ് പ്രൈവസി ഈസ് എസെൻഷ്യൽ. റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽസ് പ്രൈവസി ഈസ് എസെൻഷ്യൽ, റൈറ്റ്? അല്ലെങ്കിൽ പ്രൈവസിക്കകത്ത് കൈകടത്തുന്നില്ല എന്ന് ഉറപ്പാക്കണം. മീഡിയ പ്രൊഫഷണൽ ഷുഡ് ഒബ്റ്റെയിൻ കൺസെന്റ് ബിഫോർ പബ്ലിഷിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് അവോയ്ഡ് ഇൻട്രൂഷൻ ഇൻ ടു പ്രൈവറ്റ് ലൈഫ്. സോ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിലേക്ക് കൈകടത്തുന്ന പരിപാടികൾ മീഡിയ ഒഴിവാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോ ഒരു തരത്തിലുള്ള പാപ്പരാസിസം എന്ന് പറയാം, അത്തരത്തിലുള്ള ബിഹേവിയർ മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ യഥാർത്ഥത്തിൽ പാടില്ലാത്തതാണ്. അപ്പോൾ അതാണ് പ്രൈവസി ആൻഡ് ഇൻട്രൂഷൻ എന്ന് പറഞ്ഞത്. അത് രണ്ടും ഒന്ന് പ്രൈവസി റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവരുടെ ലൈഫിൽ അകാരണമായിട്ട് ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് മീഡിയയുടെ ഒരു എത്തിക്സിന്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ ഇൻഡിപെൻഡൻസ്. മീഡിയ ഷുഡ് റിമെയിൻ ഇൻഡിപെൻഡന്റ് ഫ്രം പൊളിറ്റിക്കൽ, കൊമേഴ്ഷ്യൽ ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ദാറ്റ് കുഡ് കോംപ്രമൈസ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദിയർ കണ്ടന്റ്. സോ ഇന്ന് ഏതെങ്കിലും മീഡിയ ഇതിനോട് ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്തതുണ്ടോ? യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ, കൊമേഴ്ഷ്യൽ, പേഴ്സണൽ ഓർ റിലീജിയസ് അതുമാകാം. അത്തരത്തിലുള്ള ഡിപ്പെൻഡൻസോടുകൂടിയാണ്
മീഡിയാസ് നിൽക്കുന്നത്. അത് ഒഴിവാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് എത്തിക്കലായിട്ട് പലപ്പോഴും ബിഹേവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ട്രാൻസ്പെറൻസി, അതായത് മീഡിയ ഓർഗനൈസേഷൻ ഷുഡ് ബി ട്രാൻസ്പെറന്റ് അബൌട്ട് ദ സോഴ്സസ്. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കാൻ സാധിക്കണം. ഇൻ കേസ് ഇഫ് ദേ ഹാവ് എനി അഫിലിയേഷൻ, ഏതെങ്കിലും കമ്പനിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു അഫിലിയേഷൻ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതായത് പറയണം അവർ ഈ ഫണ്ട് ചെയ്യുന്നത് ഇന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്ന ഗ്രൂപ്പാണ്. അത് ട്രാൻസ്പെറന്റ് ആയിട്ട് പറയാൻ മീഡിയക്ക് സാധിക്കണം. അതാണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ അക്കൗണ്ടബിലിറ്റി, മീഡിയ പ്രൊഫഷണൽ ഷുഡ് ബി അക്കൗണ്ടബിൾ ഫോർ ദിയർ ആക്ഷൻ ആൻഡ് ഡിസിഷൻ. അവരെടുത്തിരിക്കുന്ന ഡിസിഷൻ എന്താണോ, അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം മീഡിയക്ക് ഉണ്ടാവണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവണം. സോ ഇഫ് എറർ ഒക്യൂർ, കറക്ഷൻസ് ആൻഡ് റീട്രാക്ഷൻ ഷുഡ് ബി മെയ്ഡ് പ്രോംലി ആൻഡ് പ്രോമിനന്റ്ലി. സോ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റിയോട് ഉദ്ദേശിച്ചത്. സോ ദേ ഷുഡ് ഹാവ് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? അവർ ചെയ്തിരിക്കുന്ന ആക്ഷന് അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദി principles of media ethics on accuracy and truthfulness, fairness and impartiality, privacy and intrusion, independence, then transparency, and finally accountability. Okay, then media face ചെയ്യുന്ന ethical challenges എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചലഞ്ച് സെൻസേഷണലിസം ആണ്. കണ്ടന്റുകളെ സെൻസേഷണലൈസ് ചെയ്യാനുള്ള ശ്രമം ഇന്ന് മീഡിയ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, ലൈക്ക് കോൺട്രവേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുവഴി കൂടുതൽ കൂടുതൽ റേറ്റിംഗ് നേടുക, അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് നേടുക എന്നുള്ളൊരു ശ്രമം മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ട്. യഥാർത്ഥത്തിൽ അതുവഴി അവരുടെ എത്തിക്സ് കോംപ്രമൈസ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് സെൻസേഷണലിസം. ഫോക്കസിംഗ് ഓൺ സെൻസേഷണൽ ഓർ കോൺട്രവേഴ്ഷ്യൽ സ്റ്റോറീസ് ഫോർ ദി സേക്ക് ഓഫ് അട്രാക്ടിങ് അറ്റൻഷൻ ക്യാൻ കോംപ്രമൈസ് ആക്യുറസി ആൻഡ് ഫെയർനെസ്. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, when financial, personal or political interest influence media content, can undermine objectivity and credibility. അതായത് ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, താല്പര്യമുള്ള വ്യക്തികൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കും. ഓക്കെ, അവരുടെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആകാം, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആകാം. ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ മീഡിയ കണ്ടന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആണ്, ഒബ്ജക്റ്റിവിറ്റിയും ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെടാൻ അത് കാരണമാകും. ദെൻ ക്ലിക്ക് ബൈറ്റ്സ്, പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ക്ലിക്ക് ബൈറ്റ്സ് എന്താണ്? ക്ലിക്ക് ബൈറ്റ്സ് ട്രാഫിക് കിട്ടാൻ വേണ്ടി തന്നെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ലൈക്ക് നമ്മൾ പലപ്പോഴും കാണും, ആ നടൻ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കാണും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നടൻ ചിലപ്പോൾ രാവിലെ പുറത്തു പോയെന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അത്തരം വാർത്തകളാണ്. അതായത് തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ ഒരു ക്ലിക്ക് നേടിയെടുക്കുക, അതിനു വേണ്ടി ഉള്ള ചൂണ്ടിടൽ, അതാണ് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. യൂസിങ് സെൻസേഷണൽ ഹെഡ്ലൈൻസ് ഓർ മിസ്ലീഡിംഗ് കണ്ടന്റ് ടു ജനറേറ്റ് വെബ് ട്രാഫിക് ക്യാൻ മിസ്ഇൻഫോം ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓഡിയൻസ്. വെബ് ട്രാഫിക് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി മാത്രം മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഹെഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി അവരുടെ വെബ്സൈറ്റ്സിലേക്ക് ട്രാഫിക് കൂടുതലായിട്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് ക്ലിക്ക് ബൈറ്റ്. അടുത്ത ഇഷ്യൂ പ്ലേഗിയറിസം, കോപ്പി ചെയ്യും. പലയിടത്തും കണ്ട വാർത്തകൾ അവരുടേതാണ് എന്നുള്ള രീതിയിൽ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതി, അതാണ് പ്ലേഗിയറിസം എന്ന് പറയുന്നത്. കോപ്പിങ് ഓർ യൂസിങ് അതേഴ്സ് വർക്ക്സ് വിതൗട്ട് പ്രോപ്പർ ആട്രിബ്യൂഷൻ, കൃത്യമായിട്ടുള്ള ആട്രിബ്യൂഷൻ കൊടുക്കാതെ മറ്റുള്ളവരുടെ വർക്ക് അതേപടി തന്നെ കോപ്പി ചെയ്ത് ഇവരുടെ ഒറിജിനൽ റിപ്പോർട്ടാണെന്നുള്ള രീതി അവതരിപ്പിക്കുന്നത് തെറ്റാണ്. അതാണ് പ്ലേഗിയറിസം. അടുത്ത മീഡിയ ഇഷ്യൂ. ദെൻ മിസ്റെപ്രസെന്റേഷൻ, മിസ്ലീഡിംഗ് ഓർ ഓൾട്ടറിങ് ഇമേജസ്, thoughts or facts that can disrupt, damage trust between media and audience. ഇമേജസ് തെറ്റായിട്ട് അവതരിപ്പിക്കുക, തോട്ട്സ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാതെ അതിൽ നിന്ന് മാത്രം ഒരു ചെറിയ പാർട്ട് മാത്രം കട്ട് ചെയ്ത് അവതരിപ്പിക്കുക, ഇതൊക്കെ മിസ്റെപ്രസെന്റേഷൻ ആണ്. തെറ്റായ വാർത്ത ഫാക്ട് എന്താണെന്ന് നോക്കാതെ ഫേക്ക് ആയിട്ടുള്ള റിപ്പോർട്ട് നടത്തുക, അത് മിസ്റെപ്രസെന്റേഷന്റെ ഭാഗമാണ്. ഇതും ട്രസ്റ്റ് നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതോടൊപ്പം തന്നെ പെയ്ഡ് കണ്ടന്റ് ഡിസ്ക്ലോസ്, സ്പോൺസേർഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവണം. പെയ്ഡ് കണ്ടന്റ് ആണ് എന്ന് മസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്ന നമുക്ക് റൂളുണ്ട്. പക്ഷേ പെയ്ഡ് കണ്ടന്റ് ആണെന്ന് അറിയിക്കാതെ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ പെയ്ഡ് കണ്ടന്റ് അല്ല, ശരിയായ യഥാർത്ഥ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്.
അത് യഥാർത്ഥത്തിൽ എന്താണ്? ജനങ്ങളെ പറ്റിക്കുന്നത് പോലെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദി ethical challenges in media: sensationalism, conflict of interest, clickbait, plagiarism, misrepresentation, paid content. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. Clear ആണ്. ശരി, ഒരു ചെറിയ ടോപ്പിക്കും കൂടി. ഒന്ന്, മീഡിയ റെസ്പോൺസിബിലിറ്റി. ഈ ഡിജിറ്റൽ ഏജിൽ മീഡിയയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, മിസ്ഇൻഫർമേഷനെ കോമ്പാക്ട് ചെയ്യുക. അതായത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ ഇപ്പോൾ കൂടുതലാണ്. അപ്പൊ തെറ്റായിട്ട് ഇൻഫർമേഷനെ തടയുക എന്നുള്ളത് മീഡിയയുടെ ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, കോമ്പാറ്റിംഗ് മിസ്ഇൻഫർമേഷൻ. രണ്ടാമതായിട്ട്, ഡിജിറ്റൽ ലിറ്ററസി. ജനങ്ങളിലേക്ക് ലിറ്ററസി എത്തിക്കണം. ബിക്കോസ് ഡിജിറ്റൽ മീഡിയാസ് വന്ന സിറ്റുവേഷൻസിൽ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ഇല്ലാതെ യൂസ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കുകൾ ജനങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, ഡിജിറ്റൽ ഹൈജീൻ ഇല്ലാത്ത സിറ്റുവേഷൻസ്, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. അവർക്ക് വേണ്ട അവയർനെസ് പ്രൊമോട്ട് ചെയ്യാനും മീഡിയ ചെയ്യേണ്ടതുണ്ട്. സോ പ്രൊമോട്ടിംഗ് മീഡിയ ലിറ്ററസി എമംഗ് ഓഡിയൻസ് ഹെൽപ്സ് ദം ക്രിട്ടിക്കലി ആക്സസ് ആൻഡ് ഇന്റർപ്രറ്റ് ഓൺലൈൻ കണ്ടന്റ്. ഓൺലൈൻ കണ്ടന്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഓഡിയൻസിന് നേടിക്കൊടുക്കുക, അതിനുവേണ്ട ലിറ്ററസി മെഷേഴ്സ് എടുക്കുക എന്നുള്ളതും മീഡിയയുടെ ഭാഗമാണ്, മീഡിയ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ സോഷ്യൽ മീഡിയ ഗൈഡ്ലൈൻസ്. എസ്റ്റാബ്ലിഷിംഗ് ഗൈഡ്ലൈൻസ് ഫോർ എത്തിക്കൽ ബിഹേവിയർ ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹെൽപ്സ് പ്രിവെന്റ് ഹാർംഫുൾ പ്രാക്ടീസസ് ലൈക്ക് സൈബർ ബുള്ളിങ് ഓർ ഹറാസ്മെന്റ്സ്. എത്തിക്കൽ ഗൈഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഗൈഡ്ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് ആ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള റൂൾസ് ഒക്കെ കൊണ്ടുവരുന്നതും ഇത്തരം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഹരാസ്മെന്റ് പോലുള്ള ആക്ടിവിറ്റീസ് തടയാൻ മീഡിയസിനെ സഹായിക്കും. Then, responsible use of user-generated content. Sharing user-generated content should be ethically and with proper attribution and permission. User-generated contents ഒക്കെ മാസ് മീഡിയയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ അത് അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആട്രിബ്യൂഷൻ കൊടുക്കും. ആരുടെയാണോ ഇതെടുത്തിരിക്കുന്ന അവരിൽ നിന്ന് പെർമിഷൻ എടുത്തുകൊണ്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് യൂസർ ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് കൂടുതലാണ്. സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം അത്തരം കണ്ടന്റുകൾ കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ പല മാസ് മീഡിയ പ്ലാറ്റ്ഫോംസും ഇത്തരം കണ്ടന്റുകൾ കോപ്പി ചെയ്ത് അവരുടേതായിട്ട് അവതരിപ്പിക്കാറുമുണ്ട്. ചില വാർത്താ ചാനലുകളെ പറ്റി അങ്ങനെ ചില അപഖ്യാതികളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാസ് മീഡിയ റെസ്പോൺസിബിലിറ്റിയാണ്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആട്രിബ്യൂഷൻസും പെർമിഷൻസും കൊടുത്തിട്ടുണ്ടാവണം. ദെൻ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സ് ഓഡിയൻസ്. പല വിഭാഗത്തിലുള്ള ഓഡിയൻസ് ആണ് മാസ് മീഡിയയ്ക്ക് ഉള്ളത്. അപ്പൊ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറിയെ വെറുപ്പിക്കണം എന്നുള്ള ശ്രമത്തിലുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ എപ്പോഴും ഒഴിവാക്കുക. ഹേറ്റ് സ്പീച്ച് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മീഡിയയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ ദീസ് ആർ ദി പോയിന്റ്സ്. മീഡിയ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ ഏജിൽ. ഒന്ന്, മിസ്ഇൻഫർമേഷൻ കോമ്പാറ്റ് ചെയ്യുക, ഡിജിറ്റൽ ലിറ്ററസി, സോഷ്യൽ മീഡിയ ഗൈഡ് ലൈൻസ്, ദെൻ റെസ്പോൺസിബിൾ യൂസ് ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്, ആൻഡ് ഫൈനലി റെസ്പെക്ട് ഫോർ ഡൈവേഴ്സ് ഓഡിയൻസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ഏരിയയിൽ മാസ് മീഡിയ എന്താണെന്ന് പറഞ്ഞു, മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് തിയറീസ് പറഞ്ഞു, ആൻഡ് കുറച്ച് കൺസെപ്റ്റുകൾ അഡീഷണലി മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനി റിലേറ്റഡ് ആയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടാലോ? പെട്ടെന്ന് ആൻസർ പറയണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫോം ഓഫ് ഇലക്ട്രോണിക് മീഡിയ? ഇലക്ട്രോണിക് മീഡിയ, ഞാൻ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞ് മിസ്റ്റേക്ക് വരുത്തിയ ഒരു പോയിന്റ് ആണത്. ഇലക്ട്രോണിക് മീഡിയ കേട്ടോ. റേഡിയോ ടെലിവിഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയും. ആ വേർഡ് ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ഇലക്ട്രോണിക് മീഡിയ, റേഡിയോ. ഇത് 2017-18 ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാണ്. കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ചുകൂടി ഹൈ എൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാസ് മീഡിയ ഇസ് ടു. മാസ് മീഡിയയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? എന്റർടൈൻ, ഇൻഫോം, പെർസ്വേഡ്, സെർവ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ. അല്ലേ? ഈ പറയുന്ന എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്. എന്റർടൈൻ ചെയ്യുക, ഇൻഫോം ചെയ്യുക, പെർസ്യൂ ചെയ്യുക. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ആണ് യഥാർത്ഥത്തിൽ മാസ് മീഡിയയുടെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയാവുന്നത്. ദെൻ ദി കൺസെപ്റ്റ് ഓഫ് അജണ്ട സെറ്റിംഗ് ഇൻ മാസ് മീഡിയ റെഫേഴ്സ് ടു. എന്താണ് അജണ്ട സെറ്റിംഗ്? ദി പവർ ഓഫ് മീഡിയ ടു ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ,
the order in which news stories are presented, the dominance of one media outlet over others, the impact of advertising on consumer behavior. എന്താണ് അജണ്ട സെറ്റിംഗ്? ഇറ്റ് ഇസ് ദി പവർ, റൈറ്റ്? കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാനുള്ള ഏത് രീതിയിൽ പബ്ലിക് ചിന്തിക്കണം ഇത് തീരുമാനിക്കാനുള്ള മീഡിയയുടെ പവറാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. Then which media theory suggests that media exposure can influence individuals' perception of reality? ഓക്കെ, കൂടുതൽ നാള് നമ്മളിപ്പോൾ ഒരേ മീഡിയ കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ റിയാലിറ്റി ആ ഒരു വഴിയിലേക്ക് മാറിപ്പോകും എന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് തിയറിയാണ്? ഫ്രെയിമിംഗ് തിയറി, കൾട്ടിവേഷൻ തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി, ഗേറ്റ് കീപ്പിംഗ് തിയറി? യെസ്, കൾട്ടിവേഷൻ തിയറിയാണ് റൈറ്റ് ആൻസർ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. മീഡിയ കൺവേർജൻസ് റെഫേഴ്സ് ടു. എന്താണ് മീഡിയ കൺവേർജൻസ്? എ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ മീഡിയ ഔട്ട്ലെറ്റ്സ്, integration of different media platforms and technologies, the dominance of print media over electronic media, censorship. എന്താണ് മീഡിയ കൺവെർജൻസ്? പല മീഡിയ പ്ലാറ്റ്ഫോം, ഇപ്പോൾ നമ്മളൊരു ന്യൂസ് ചാനൽ എടുക്കുകയാണെങ്കിൽ ആ ന്യൂസ് ചാനലിന് ടെലിവിഷൻ വഴി അവർ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ യൂട്യൂബ് വഴി അവർ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫേസ്ബുക്ക് വഴിയും അങ്ങനെ പല മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി ഒരേ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് മീഡിയ കൺവെർജൻസ് എന്ന് പറയുന്നത്. പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെയും ഒരുമിപ്പിക്കുക, പല ടെക്നോളജീസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക, അതാണ് മീഡിയ കൺവെർജൻസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ദെൻ ദി എത്തിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് റിക്വയർസ് മീഡിയ പ്രൊഫഷണൽ ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻഫർമേഷൻ. അറിയാലോ, ആക്യുറേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്യുറസി ആണ്. ദാറ്റ്സ് ഓൾ. എത്തിക്കൽ പ്രിൻസിപ്പിളിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചത് മാത്രം. വിച്ച് ടൈപ്പ് ഓഫ് മീഡിയ ബയാസ് ഇൻവോൾവ്സ് presenting information in a way that influence how it is perceived? Presenting information in a way that influence how it is perceived. എങ്ങനെയാണ് ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിൽ വാർത്ത അവതരിപ്പിക്കുകയാണെങ്കിൽ, ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഗേറ്റ് കീപ്പിംഗ് അല്ല, തെറ്റിദ്ധരിക്കരുത്. ഗേറ്റ് കീപ്പിംഗ് എന്താ? ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇന്റർമീഡിയറി ഉണ്ട്. ഇതെന്താണ്? ഫ്രെയിമിംഗ് ആണ്. ഫ്രെയിം ചെയ്യുകയാണ്. ജനങ്ങൾ ഈ കാര്യത്തെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. ഫ്രെയിം ചെയ്തു. അതായത് അജണ്ട സെറ്റിംഗ് വഴി സംഭവിക്കുന്നത്, അജണ്ട സെറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ആ പബ്ലിക് എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് മീഡിയ ആണെങ്കിൽ അതിനെ ഫ്രെയിമിംഗ് എന്ന് പറയും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ടേം what is the term for media content that is intentionally designed to manipulate and influence public opinion? പറയൂ. Intentionally designed to manipulate and influence public opinion. Sensationalism, propaganda, entertainment, satire. ഏതാണ്? നമ്മളതിൽ പ്രൊപ്പഗണ്ടയിൽ എത്തിയപ്പോൾ നിന്നായിരുന്നു, ഓർക്കുന്നുണ്ട്, റൈറ്റ്? പ്രൊപ്പഗണ്ട എന്താണ്? പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷനലി അവർക്കൊരു പ്ലാൻ ഉണ്ട്. ഈ പൊളിറ്റിക്കൽ പാർട്ടിയെ വിജയിപ്പിക്കണമെന്ന് അവർക്ക് ഒരു അജണ്ടയുണ്ട്. ആ പ്രൊപ്പഗണ്ടയാണത്. അത് വെച്ചുകൊണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പഗണ്ട, റൈറ്റ്? പബ്ലിക് ഒപ്പീനിയനെ ഇന്റൻഷനലി മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ള ശ്രമം. ഓക്കെ, അതാണ് പ്രൊപ്പഗണ്ട. ദി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ഓഫ് മീഡിയ എത്തിക്സ് emphasizes. മീഡിയ എത്തിക്സിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയെ പറ്റി നമ്മൾ പറഞ്ഞില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. എന്തായിരിക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പറയുന്നത്? Maximizing profit for media organizations, providing entertainment to the audience, upholding public interest and serving society, promoting individual freedom of expression. ഏതായിരിക്കും? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, സൊസൈറ്റിക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരിക. മീഡിയ ലിറ്ററസി ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ്. എന്താണ് മീഡിയ ലിറ്ററസിയുടെ സിഗ്നിഫിക്കൻസ്? മീഡിയ ലിറ്ററസിയെ പറ്റി നമ്മൾ പറഞ്ഞു. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ക്രിയേറ്റ് മീഡിയ കണ്ടന്റ്, ക്രിട്ടിക്കലി അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് മീഡിയ മെസ്സേജസ്, അവോയ്ഡ് എക്സ്പോഷർ ടു മീഡിയ കണ്ടന്റ്, അവോയ്ഡ് യൂസിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞു. എന്താണോ ഒരു വാർത്ത അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിന്റെ മീനിങ് എന്താണെന്ന് കൃത്യമായിട്ട് എത്താൻ, ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എബിലിറ്റി ഇൻഡിവിജ്വൽ ഉണ്ടാവണം. അതാണ് മീഡിയ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിച്ചത്.
സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാ പോയിന്റുകളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും അടുത്ത സെഷനിൽ കാണാം.